നമസ്കാരം. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തതും റോഡ് ഷോയിൽ പങ്കെടുത്തതും വലിയ ആവേശമാണ് അണികൾക്കും ഇന്ത്യ മുന്നണിക്കും നൽകിയത്. ബിജെപിയുടെ ആഭ്യന്തര രാഷ്ട്രീയം പോലും പറഞ്ഞായിരുന്നു പ്രസംഗം. മറുപടിയുമായി ബിജെപി എത്തിയതും ഇന്ന് സംഭവിച്ച വാർത്തയായി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വേനൽ മഴ ശക്തമാകുന്നു. നിലവിൽ 5 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ചിലയിടങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ നാശനഷ്ടത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നു. കരമന അഖിൽ കൊലപാതക കേസിൽ ഡ്രൈവർ പിടിയിലായെന്ന് ഏറ്റവും പുതിയ വിവരം. എയർ ഇന്ത്യ സർവീസ് പൂർവ്വസ്ഥിതിയിലാകാത്തതിനെ തുടർന്ന് വിമാനങ്ങൾ റദ്ദാക്കിയതും ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. ജയിലിൽ നിന്നിറങ്ങിയതിനു ശേഷമുള്ള ആദ്യ പ്രസംഗത്തിൽ ബിജെപിയുടെ ആഭ്യന്തര രാഷ്ട്രീയം പരാമർശിച്ച അരവിന്ദ് കെജ്രിവാൾ യോഗി ആദിത്യനാഥിനെ അവഗണിച്ച് അമിത്ഷായെ പിൻഗാമിയാക്കാനാണ് നരേന്ദ്രമോദിയുടെ ശ്രമമെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. നരേന്ദ്രമോദിക്ക് വിരമിക്കൽ പ്രായമില്ലെന്ന് അമിത്ഷാ മറുപടി നൽകി. ബി.ജെ.പി. പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകൾ. പ്രായപരിധി പറഞ്ഞ് എൽ.കെ. അദ്വാനിയെ പോലെയുള്ളവരുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച നരേന്ദ്രമോദിക്ക് 2 വർഷം കഴിഞ്ഞാൽ 75 വയസ്സാകും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ തഴഞ്ഞ് അമിത്ഷായെ പിൻഗാമിയാക്കാനാണ് മോദി ലക്ഷ്യമിടുന്നതെന്ന് അരവിന്ദ് കെജ്രിവാൾ. ये मोदी की गारंटी पूरी कौन करेगा? क्या अमित शाह मोदी की गारंटी पूरी करेंगे? जब आप अगर जो वैसे तो मेरे को लगता है मैं भी आऊंगा उसके ऊपर, मुझे नहीं लगता इनकी सरकार बन रही है, लेकिन जो बीजेपी को वोट देने जाएं वो ये सोच के जाना कि आप मोदी जी के नाम पे वोट नहीं दे रहे, आप अमित शाह के नाम पे वोट दे रहे. നരേന്ദ്രമോദിക്ക് പ്രായപരിധി ബാധകമല്ലെന്ന് അമിത്ഷായുടെ മറുപടി. 2029 നരേന്ദ്രമോദി തന്നെ നയിക്കുമെന്നും അമിത്ഷാ. मोदी जी 75 साल के हो जाए, इससे आपको आनंदित होने की जरूरत नहीं है. ये भारतीय जनता पार्टी के संविधान में कहीं नहीं लिखा है. मोदी जी ही ये टर्म पूरी करेंगे और मोदी जी ही आगे देश का नेतृत्व करते रहेंगे. इसमें भारतीय जनता पार्टी में कोई कंफ्यूजन नहीं है. ये कंफ्यूजन खड़ा करना चाहिए. കെജ്രിവാൾ ജയിലിൽ നിന്നിറങ്ങി ആദ്യ ദിവസം തന്നെ ബി.ജെ.പിയിലെ ആഭ്യന്തര പ്രശ്നം ചർച്ചയാക്കാൻ കഴിഞ്ഞത് നേട്ടമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ വിലയിരുത്തൽ. അരവിന്ദ് കെജ്രിവാളിനെ മുൻനിർത്തി ആം ആദ്മി പാർട്ടി പ്രചരണം ശക്തമാക്കിയതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലികളുടെ എണ്ണം ബി.ജെ.പിയും വർദ്ധിപ്പിച്ചു. പൊളിറ്റിക്കൽ ഡെസ്ക് 24. ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ സഖ്യത്തിനും തെരഞ്ഞെടുപ്പ് ഗോതയിൽ കരുത്ത് പകർന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്നിറങ്ങിയ ശേഷം ആദ്യ ദിനം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് റാലിയിലും പങ്കെടുത്തു. നരേന്ദ്രമോദി എത്ര ശ്രമിച്ചാലും ആം ആദ്മി പാർട്ടിയെ തകർക്കാനാകില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ഹനുമാൻ ഭക്തനായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രണ്ടാം വരവിന് തുടക്കം കുറിച്ചത് കൊണാട്ട് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്ന്. ഭാര്യ സുനിതയ്ക്കൊപ്പമായിരുന്നു ക്ഷേത്ര സന്ദർശനം. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്നും ഒപ്പമുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ നിന്ന് നേരെ പോയത് ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തേക്ക്. കാത്തുനിന്ന പ്രവർത്തകർ ആവേശത്തോടെ നേതാവിനെ സ്വീകരിച്ചു. നരേന്ദ്രമോദിക്കും ബി.ജെ.പിക്കുമെതിരെ ആഞ്ഞടിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസംഗം. വീണ്ടും അധികാരത്തിലെത്തിയാൽ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളെ നരേന്ദ്രമോദി ജയിലിലടയ്ക്കുമെന്ന് കെജ്രിവാൾ പറഞ്ഞു. केरल के सीएम के पीछे पड़े हैं, अगर ये चुनाव जीत गए मेरे से लिखवा लो एफिडेविट के ऊपर. थोड़े दिन के बाद ममता दीदी जेल में होंगी, तेजस्वी यादव जेल में होगा, स्टालिन साहब जेल के अंदर होंगे, पिनराई विजयन जेल के अंदर होंगे, उद्धव ठाकरे जेल के अंदर होंगे, जितने विपक्ष के नेता ये सारे जेल के अंदर होंगे. സൗത്ത് ഡൽഹിയിലെ മെഹ്റോളിയിൽ റോഡ് ഷോയിലും അരവിന്ദ് കെജ്രിവാൾ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ കെജ്രിവാൾ കൂടുതൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. 24 ഡൽഹി. അരവിന്ദ് കെജ്രിവാൾ നടത്തിയ പ്രസംഗത്തിന്റെ വിശകലനവുമായി നിതിൻ അംബുജൻ തത്സമയം. നിതിൻ, ഇതുവരെ ഒരുപക്ഷെ ഇന്ത്യ സഖ്യ നേതാക്കൾ, മുന്നണിയിലെ നേതാക്കൾ പറയാത്ത വിഷയങ്ങളിലേക്കൊക്കെ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് കടന്നു ചെല്ലുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി ബി.ജെ.പിയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നു. നരേന്ദ്രമോദിക്ക് ശേഷം ആര് എന്നതിന്റെ കാര്യങ്ങൾ പറയുന്നു. ഇന്ന് അമിത്ഷാ അതിന് അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും തന്നെ മറുപടിയുമായി രംഗത്തെത്തേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്നു. ഒപ്പം ഏത് തരത്തിലേക്ക് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ മോദി ശ്രമിക്കുന്നു, അത് പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ്. നേതാക്കൾ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നു. കേരള മുഖ്യമന്ത്രിയുടേതുൾപ്പെടെയുള്ള പേരുകൾ പറയുന്നു. അങ്ങനെ ഇന്ത്യ സഖ്യത്തിന് വലിയ ഊർജം പകരുന്ന തരത്തിലേക്ക് പ്രതീക്ഷിച്ചതുപോലെയുള്ള പ്രസംഗവുമായി അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായിരിക്കുന്നു.
അനുജ, അത്തരത്തിൽ തന്നെയാണ് ജയിൽ മോചിതനായി ആദ്യ ദിവസം തന്നെ നടത്തിയ പ്രസംഗം. അതിലിപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ബി.ജെ.പിയുടെ ആഭ്യന്തര പ്രശ്നവും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കൾക്ക് നേരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടൽ തുടങ്ങിയ നിരവധി വിഷയങ്ങളിലാണ് ഇന്ന് കേന്ദ്ര സർക്കാരിനെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും അരവിന്ദ് കെജ്രിവാൾ കടന്നാക്രമിച്ചുകൊണ്ട് പ്രസംഗം നടത്തിയത്. എന്തായാലും നിരവധി മുതിർന്ന നേതാക്കളെ നരേന്ദ്രമോദി അവരുടെ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. അതിൽ എൽ.കെ. അദ്വാനി, മുരളി മനോഹർ ജോഷി, വസുന്ധര രാജെ, മനോഹർലാൽ ഖട്ടർ ഉൾപ്പെടെ നിരവധി നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞു. അടുത്തത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞൊരു സാഹചര്യമുണ്ടായി. എന്നാൽ 75 വയസ്സെന്നൊരു പ്രായപരിധി ബി.ജെ.പിയിൽ ഇല്ല എന്നൊരു മറുപടിയാണ് ഇപ്പോൾ അമിത്ഷാ നൽകിയിരിക്കുന്നത്. 2029 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രാജ്യത്തെ നയിക്കുമെന്ന ഒരു പ്രതികരണം ഇപ്പോൾ അമിത്ഷായുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു. അതായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ഇന്ത്യ സഖ്യത്തെ കടന്നാക്രമിക്കുന്ന പ്രധാനമന്ത്രി ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ കാഴ്ചകളെ നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ നടത്തിയ ഈ ഒരു പ്രസംഗം അതിന് ശക്തമായ ഭാഷയിൽ തന്നെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് അടക്കം വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ളൊരു പ്രസംഗം നടത്തി. അതിനു പിന്നാലെ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടിയുമായി രംഗത്ത് വരുന്നു. ഇന്ത്യ സഖ്യത്തിന് ഒരു ഊർജ്ജം നൽകുന്നൊരു രാഷ്ട്രീയ പ്രസംഗമായി തന്നെ ഇതിനെ നമുക്ക് വിലയിരുത്താം. എന്തായാലും വരും ദിവസങ്ങളടക്കം മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം പറയുന്നതോടൊപ്പം തന്നെ ബി.ജെ.പിയിലെ ആഭ്യന്തര വിഷയം ഉൾപ്പെടെയുള്ളവ ചർച്ചയായിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. ഇന്ത്യ സഖ്യത്തിനാണെങ്കിൽ വലിയ ഊർജ്ജം നൽകുന്ന ഒരു രാഷ്ട്രീയ പ്രസംഗമായി തന്നെ ഇന്നത്തെ ഈ ഒരു പ്രസംഗത്തെ വിലയിരുത്താം. എന്തായാലും സൗത്ത് ഡൽഹിയിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ റോഡ് ഷോ പുരോഗമിക്കുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളടക്കം ഡൽഹിയിൽ ഉൾപ്പെടെ പല ഇടങ്ങളിലും ഇത്തരത്തിൽ റോഡ് ഷോയുമായി അരവിന്ദ് കെജ്രിവാൾ സജീവമാകും. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കൾക്ക് നേരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടലും സജീവമായി തന്നെ ചർച്ചയാക്കാനാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അതോടൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഏത് നിലയിലാണ് പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നത് എന്നൊരു പ്രതികരണം അല്ലെങ്കിൽ ഇന്നൊരു പ്രസംഗം നടത്തി. എന്തായാലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ കോൺഗ്രസ് അടക്കം അത് വലിയ രാഷ്ട്രീയ ആയുധമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഇന്നിപ്പോൾ ജയിൽ മോചിതനായി അദ്ദേഹം വരുമ്പോൾ, ഇടക്കാല ജാമ്യത്തിൽ ജയിൽ മോചിതൻ അദ്ദേഹം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഏത് നിലയിലാണ് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നത്? എത്ര വേട്ടയാടിൽ പോലും കേവലം ഒരു 10 വർഷം മാത്രം പഴക്കമുള്ള ഒരു പാർട്ടിയെ തകർക്കാൻ നരേന്ദ്രമോദിക്കാകില്ല. മാത്രമല്ല അഴിമതി വിരുദ്ധ പോരാട്ടവുമായി തന്നെ ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ അഴിമതി വിരുദ്ധ എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി കണ്ടുപിടിക്കേണ്ടത് തന്നെയാണെന്നും അദ്ദേഹം ഇന്ന് എടുത്തു പറഞ്ഞു. അങ്ങനെ അഴിമതി വിരുദ്ധമായിട്ടുള്ള നിലപാടുമായി മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ ബി.ജെ.പിക്കകത്തെ ആഭ്യന്തര പ്രശ്നമടക്കം ഉയർത്തിക്കാട്ടി ഇനിയുള്ള ദിവസങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ സജീവമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ സഖ്യത്തിന് വലിയ ആവേശമാണ്. ഇന്നത് ഹനുമാൻ ക്ഷേത്രത്തിലും അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി ഓഫീസിലേക്ക് എത്തുന്ന വഴിയിലെല്ലാം പ്രകടമായിരുന്നു. പ്രവർത്തകർ വലിയ ആവേശത്തോടെ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ വരവിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു അമരക്കാരനില്ലാതെ ഉള്ള ഒരു പാർട്ടി പ്രത്യേകിച്ചും അരവിന്ദ് കെജ്രിവാളിന്റെ വരവ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ ഡൽഹിയിൽ മാത്രമല്ല ഹരിയാനയിലും പഞ്ചാബിലടക്കം വലിയ ആവേശം നൽകുന്നതാണ്. മാത്രമല്ല ഇന്ത്യ സഖ്യത്തിനാണെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടൽ എന്ന രാഷ്ട്രീയമായിട്ടുള്ളൊരു പ്രചരണത്തിന് കുറച്ചുകൂടി ഊർജ്ജം നൽകുന്നതാണ് ഇന്നത്തെ പ്രസംഗവും അദ്ദേഹത്തിന്റെ റോഡ് ഷോയും. ഇനിയുള്ള ദിവസങ്ങളടക്കം സജീവമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ബി.ജെ.പിക്കകത്ത് ആഭ്യന്തര പ്രശ്നമടക്കം ഉയർത്തിക്കാട്ടി അതൊരു പ്രധാനപ്പെട്ട ഇപ്പോൾ ഹരിയാനയിലേക്കും പഞ്ചാബിലേക്കും ഒക്കെ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പോകുന്നുണ്ട്. അന്ന് അമിത്ഷാ പറഞ്ഞിട്ടുള്ള മറുപടി ഇനിയിപ്പോൾ വരുന്ന റോഡ് ഷോയിൽ ഇന്നിപ്പോൾ അല്പസമയത്തിനകം അടുത്ത റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പോൾ കൂടുതൽ ശക്തമായ വിമർശനം ബി.ജെ.പിക്കെതിരെ ഉന്നയിക്കുമെന്നുള്ളത് വ്യക്തമല്ലേ? തീർച്ചയായും അനുജ, ഒരു രാഷ്ട്രീയ തന്ത്രം ഇന്ന് അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെച്ചത് ബി.ജെ.പിയുടെ ആഭ്യന്തര പ്രശ്നം അത് ഉയർത്തിക്കാട്ടി അല്ലെങ്കിൽ അത് ചർച്ച ചെയ്തുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗം തന്നെയാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ നടത്തിയത്. അതിന് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് വൈകിട്ട് മറുപടി നൽകുന്നൊരു ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മറുപടി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ സജീവമായി തന്നെ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. നമുക്കറിയാം കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ ബി.ജെ.പിക്കകത്ത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. എൽ.കെ. അദ്വാനി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളടക്കം രാഷ്ട്രീയമായി തന്നെ അല്ലെങ്കിൽ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചത്. സ്വാഭാവികമായിട്ടും അതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എന്തായാലും ബി.ജെ.പി കേന്ദ്ര നേതൃത്വമടക്കം അതിൽ വലിയ അല്ലെങ്കിൽ ഒരു പ്രതികരണം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. നേരത്തെ അല്പസമയം തന്നെ ബി.ജെ.പി നേതാക്കൾ പ്രതികരണം നടത്തി ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസംഗത്തിൽ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നെങ്കിലും അത്തരം വിഷയങ്ങളൊന്നും തന്നെ തൊടാതെയായിരുന്നു ബി.ജെ.പിയുടെ പ്രതികരണം ഉണ്ടായത്. പക്ഷേ ആഭ്യന്തരമന്ത്രി ഇന്നിപ്പോൾ അമിത്ഷാ പ്രതികരണം നൽകിയത് 75 വയസ്സിനൊരു പ്രായപരിധി ബി.ജെ.പിക്ക് ഇല്ല. 2029 നരേന്ദ്രമോദി തന്നെ അധികാരത്തിലേറുമെന്ന് പറയുമ്പോൾ മറ്റ് ആഭ്യന്തര വിഷയങ്ങൾ സംബന്ധിച്ച് ഇനിയുള്ള ദിവസങ്ങളിലും സജീവമായി തന്നെ ചർച്ചയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. ഒരുപക്ഷെ ഇന്ത്യ സഖ്യം അത് ഏറ്റെടുത്തുകൊണ്ട് മല്ലികാർജ്ജുൻ ഖർഗെ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളടക്കം അത്തരം വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത്. അത്തരം ഒരു രാഷ്ട്രീയ തന്ത്രം ഇന്ന് എന്തായാലും അരവിന്ദ് കെജ്രിവാൾ പയറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് ഇന്ത്യ സഖ്യത്തിലടക്കം ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ചയിൽ മുന്നോട്ട് പോകുമ്പോൾ ബി.ജെ.പി കേന്ദ്രത്തിനുൾപ്പെടെ മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അനുജ.
ഇന്ത്യ സഖ്യത്തിന് വലിയ ഊർജ്ജം പകർന്നുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. 2 റോഡ് ഷോകളിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. ഇപ്പോൾ അല്പസമയത്തിനകം മറ്റൊരു റോഡ് ഷോയിലും അരവിന്ദ് കെജ്രിവാൾ പങ്കെടുക്കും. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തി പ്രാപിക്കുകയാണ്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. കോട്ടയത്തും കണ്ണൂരും കോഴിക്കോടും ഉടുമ്പൻചോലയിലും ശക്തമായ മഴ ലഭിച്ചു. അഞ്ച് ദിവസം കൂടി മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. MG പ്രതീഷ് വിശദാംശങ്ങളുമായി. പ്രതീഷ്, ഇപ്പോൾ വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും അങ്ങനെ പലയിടങ്ങളിലായി മഴ പെയ്യുന്നുണ്ട് എന്നതിന്റെ റിപ്പോർട്ടുകളാണ് നമുക്ക് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ചിലയിടങ്ങളിലൊക്കെ ഇടിമിന്നലിന്റെ നാശനഷ്ടങ്ങളുടെ വിവരങ്ങളും വരുന്നുണ്ട്. അനുജ, തീർച്ചയായും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ആദ്യം നൽകിയ മുന്നറിയിപ്പ് പ്രകാരം സംസ്ഥാനത്ത് വേനൽ മഴ എത്തിയിരിക്കുന്നു. വേനൽ മഴ കൂടുതൽ സജീവമായിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴ ലഭിക്കുന്നുണ്ട്. മഴയ്ക്കൊപ്പം തന്നെ കാറ്റും ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ മലബാർ മേഖലയിലെടുത്താൽ കണ്ണൂരിന്റെ മലയോര മേഖലകളിലും നഗരമേഖലകളിലും ഇന്ന് വലിയ മഴ ലഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ വേനലിന് ആശ്വാസമായി മഴ എത്തിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ നഗരമേഖലകളിൽ മണിക്കൂറുകളോളം മഴ ലഭിച്ചിട്ടുണ്ട്. ഇടുക്കി, ഉടുമ്പൻചോലയിലും ശക്തമായ മഴ ലഭിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിലും കൂടുതൽ മഴ ശക്തമാകുമെന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പറയുന്നത്. ഇന്ന് 5 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് യെല്ലോ അലർട്ട്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിൽ നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മുന്നറിയിപ്പുകളിൽ മാറ്റം വരാനുള്ളൊരു സാധ്യതയും നിലവിൽ കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. എന്തായാലും നിലവിലുണ്ടായിരുന്ന ഈ കടുത്ത ഉഷ്ണച്ചൂടിന് ആശ്വാസമായാണ് വേനൽ മഴ എത്തിയിരിക്കുന്നത്. വരും മണിക്കൂറുകളിലും നാളെയും വേനൽ മഴ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്ന കാര്യം. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വേനൽ മഴ കൂടുതൽ സജീവമാകുന്നത്. അതുകൊണ്ട് തന്നെ മഴയ്ക്കൊപ്പം വലിയ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേക ജാഗ്രത ജനങ്ങൾ പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. കുറച്ച് ദിവസം കൂടി ഈ ഉയർന്ന താപനിലയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് 36 ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയ താപനില. പക്ഷേ അതികഠിനമായ ഉഷ്ണച്ചൂടിന് ഒരു താൽക്കാലിക അല്ലെങ്കിൽ ഒരു ആശ്വാസമാകും ഈ വേനൽമഴ എന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രവും പറയുന്ന കാര്യം. ഈ മാസം പകുതിയോടുകൂടി തന്നെ കാലവർഷം എപ്പോൾ എത്തുമെന്ന കാര്യത്തിലും ഒരു സ്ഥിരീകരണം ഉണ്ടാകും. എന്തായാലും ഉഷ്ണച്ചൂടിന് ആശ്വാസമായി വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. ഇപ്പോൾ വിവിധ ജില്ലകളിൽ വേനൽ മഴ ശക്തമാണ്. കോട്ടയത്തും കണ്ണൂരും കോഴിക്കോടും ഇടുക്കി, ഉടുമ്പൻചോലയിലും ഒക്കെ ശക്തമായ മഴ ലഭിച്ചിട്ടുണ്ട്. 5 ദിവസം കൂടി മഴ ലഭിക്കുമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. എറണാകുളം ജില്ലയിലും മഴ ശക്തമാണ്. കോതമംഗലത്ത് മിന്നലേറ്റ് തെങ്ങിന് തീപിടിച്ചു. മാവിൻ ചുവട് പെട്രോൾ പമ്പിന് സമീപത്തെ തെങ്ങിനാണ് തീപിടിച്ചത്. മൂവാറ്റുപുഴ പായിപ്രയിൽ വൻ തേക്ക് മരം മിന്നലേറ്റ് പിളർന്നു. വിനീത VJ വിശദാംശങ്ങളുമായി. വിനീത, എറണാകുളം ജില്ലയിൽ പലയിടത്തും കനത്ത മഴ പെയ്യുന്നുണ്ട് എന്നതാണ് റിപ്പോർട്ട്. ഇപ്പോൾ ഈ മിന്നലേറ്റുള്ള നാശനഷ്ടത്തിന്റെ വിവരങ്ങളാണോ പുറത്തു വരുന്നത്? എവിടെ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട്? തീർച്ചയായും അനുജ, എറണാകുളം ജില്ലയിൽ പലയിടങ്ങളിലും മഴ ഇപ്പോൾ കൂടുതൽ ശക്തമാവുകയാണ്. ആദ്യഘട്ടത്തിൽ വൈകിട്ടോടു കൂടിയൊക്കെ മലയോര മേഖലകളിലാണ് മഴ ശക്തമായതെങ്കിൽ ഇപ്പോൾ നഗരപ്രദേശങ്ങളിലൊക്കെ മഴ കൂടുതൽ ശക്തമാവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് മൂവാറ്റുപുഴയിൽ ഇന്ന് ഈ തേക്ക് മരം 2ആയി പിളർന്നത്. മിന്നലേറ്റാണ് ഈ തേക്ക് മരം 2ആയി പിളർന്നത്. ഈ മരത്തിന്റെ ചില അവശിഷ്ടങ്ങളൊക്കെ തന്നെ സമീപമുള്ള വീടുകളിലേക്കൊക്കെ തന്നെ തെറിച്ചു വീണിരുന്നു. പക്ഷേ അവിടെ വലിയ ആൾക്കാരൊന്നും തന്നെ ആ മേഖലകളിൽ തരിച്ചുകൂടി നിൽക്കാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഒരു വലിയൊരു അപകടമാണ് ഇന്ന് അവിടെ നിന്ന് ഒഴിവായതെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ കോതമംഗലത്താണ് തെങ്ങിന് ഈ മിന്നലേറ്റ തീപിടുത്തമുണ്ടായത്. അവിടെയും അപകടമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പല മേഖലകളിലും ഇപ്പോഴും മഴ ഇങ്ങനെ ശക്തമായി തുടരുകയാണ് അനുജ. വിവിധയിടങ്ങളിൽ ഇടിമിന്നലേറ്റ് നാശനഷ്ടമുണ്ടാകുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് വിനീത VJ നൽകിയത്. കൊല്ലത്ത് 24 പ്രതിനിധി അരുൺരാജിനെ ആക്രമിച്ച കേസിൽ പ്രതി ജോണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വീട്ടിൽ കയറി വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായാണ് FIR. അക്രമിക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായരും പത്രപ്രവർത്തക യൂണിയൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയും ആവശ്യപ്പെട്ടു.
കഴിഞ്ഞ ദിവസം ചിന്നക്കടയിലെ 24 ഓഫീസിന് സമീപത്ത് തത്സമയ റിപ്പോർട്ടിംഗിനിടെയാണ് മദ്യലഹരിയിലായിരുന്ന ജോണി അരുൺരാജിനെ ആക്രമിച്ചത്. കത്തിയും ബിയർകുപ്പിയും വീശി. ഓഫീസിൽ അതിക്രമിച്ചു കയറിയ പ്രതി വധഭീഷണി മുഴക്കി. കാര്യമാണ് പറഞ്ഞത്. ഇവർക്ക് നമ്മളെ കാണുമ്പോൾ ഇച്ചിരി പുച്ഛോ ഇല്ല ഇവിടുത്തെ 24 പുച്ഛോ കാണിച്ചാലേ അവരുടെ മീശയെ മൊത്തം ഓരോന്ന് പിടിയെടുക്കും. അക്രമിക്കെതിരെ കർശന നടപടി പോലീസ് സ്വീകരിക്കണമെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ആവശ്യപ്പെട്ടു. കടുത്ത നടപടി കൊല്ലം സിറ്റി പോലീസ് സ്വീകരിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. അരുൺരാജിന് സംഭവിച്ച ഈ അപമാനത്തിന്, ശാരീരിക പീഡനത്തിന്, ഈ ഭീഷണിക്ക് എല്ലാം കരുത്തുറ്റ മറുപടി കേരള പോലീസ് കൊടുക്കുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. അരുൺരാജ് നൽകിയ പരാതിയിൽ കേസെടുത്ത കൊല്ലം ഈസ്റ്റ് പോലീസ് ജോണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വീട്ടിൽ കയറി വെട്ടുമെന്ന് പ്രതി ഭീഷണിപ്പെടുത്തിയതായി എഫ്ഐആറിൽ പറയുന്നു. 24 തിരുവനന്തപുരം. കരിപ്പൂരിൽ വിമാനം വൈകുന്നതിനെ തുടർന്ന് യാത്രക്കാരുടെ പ്രതിഷേധം. രാവിലെ 10:10 ബഹ്റൈനിലേക്ക് പോകേണ്ടിയിരുന്ന വിമാനം ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. സാങ്കേതിക തകരാറെന്നാണ് വിമാന കമ്പനി അധികൃതർ പറയുന്നത്. സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി. സമീർ, 4 മണിക്ക് പുറപ്പെടുമെന്ന ആദ്യ അറിയിപ്പ്, അതിനുശേഷം 6:30 പുറപ്പെട്ടേക്കാമെന്ന സൂചന. ഇതുവരെ പുറപ്പെടാനുള്ള ഒരു ലക്ഷണവുമില്ലേ? അനുജ, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് വിമാനം അല്പസമയത്തിനകം തന്നെ പുറപ്പെടുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. യാത്രക്കാരൊക്കെ തന്നെ എല്ലാവിധ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഇപ്പോൾ വിമാനത്തിനകത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. അല്പസമയത്തേക്ക് തന്നെ പുറപ്പെടുന്നു എന്നുള്ളതാണ് യാത്രക്കാരും എയർ ഇന്ത്യ അധികൃതരും വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെ 10:10 ബഹ്റൈനിലേക്ക് പോകേണ്ട എയർ ഇന്ത്യ വിമാനമാണ് മണിക്കൂറുകളോളം വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സാങ്കേതിക തകരാറാണ് ഇതുമായി ബന്ധപ്പെട്ട വൈകുന്നതിന് കാരണമെന്നുള്ളതായിരുന്നു എയർ ഇന്ത്യ അധികൃതരുടെ വിശദീകരണം. എന്നാൽ വിമാനം എപ്പോൾ പുറപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരാതിരുന്നതോടുകൂടി യാത്രക്കാർ വിമാനത്താവളത്തിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നാലെ വലിയ പ്രതിഷേധം ഉയരുകയും അതിന് പിന്നാലെയാണ് പകരം ഒരു വിമാനം ഏർപ്പെടുത്തി ഇപ്പോൾ യാത്രക്കാരെ പുറപ്പെടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസമായി ഈ എയർ ഇന്ത്യ ജീവനക്കാരുടെ സമരവുമായി ബന്ധപ്പെട്ട് യാത്രക്കാർ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സാങ്കേതിക തകരാറ് മൂലം വീണ്ടും യാത്രക്കാർ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കരിപ്പൂർ ബഹ്റൈൻ വിമാനം വൈകുന്നു, അതിലാണ് യാത്രക്കാർ പ്രതിഷേധിച്ചത്. അല്പസമയത്തിനകം മറ്റൊരു വിമാനം ഏർപ്പാടാക്കി യാത്രക്കാരെ അങ്ങോട്ടേക്ക് എത്തിക്കുമെന്നുള്ള വിശദാംശമാണ് സമീർ ബിൻ കരീം നൽകിയത്. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു.